ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പുതിയ 2 പാത്രങ്ങൾ വാങ്ങി. ചീനച്ചട്ടിയെല്ലാം ഒരുപാട് പഴയതായതുകൊണ്ട് പുതിയ 2 ഇന്ത്യാലയത്തിന് 2 പാത്രങ്ങൾ മേടിച്ചിട്ടുണ്ട്. ആ 2 പാത്രങ്ങളെല്ലാം എൻ്റെ സ്റ്റിക്കർ പോകാൻ വേണ്ടി നന്നായിട്ട് വെള്ളം ഒഴിച്ചിടുവാണ്. നല്ല പാത്രങ്ങളാണ്, അതിന് ഒരു മൈക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ സ്റ്റിക്കർ ഇതെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീനാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പുതിയ പാത്രത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാണ്. അതിനായിട്ട് നമ്മുടെ പാത്രം നന്നായിട്ട് കഴുകി ക്ലീനാക്കി നമ്മുടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പാത്രം ഒന്ന് ചൂടാകട്ടെ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്കായും ക്യാരറ്റും കൂടെ തോരൻ വെക്കാനാണ്. അതിൻ്റെ കൂടെ ശകലം തകരയുടെ ഇലയുണ്ട്, തകരച്ചീര, അതും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ എടുത്ത് നമുക്ക് നന്നൊരു ചെറിയൊരു തോരൻ വെക്കുവാണ്. അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. അതിലേക്ക് നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് നന്നായിട്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാകട്ടെ. നമ്മുടെ പാത്രം പുതിയ പാത്രത്തിൽ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. കാരണം ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൽ വ്യത്യാസമല്ല, ഒരു പാത്രമാണെങ്കിലും പുതിയതേ, അതുകൊണ്ട് അതിൽ ചെയ്യുമ്പോൾ ഒരു സന്തോഷം. അപ്പം എണ്ണ ചൂടായിക്കോട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് അടികട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ തോരനൊക്കെ അടുക്കി പിടിക്കാൻ കരിഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പാത്രം മേടിച്ചത്. പിന്നെ അതിൻ്റെ അകത്തൊക്കെ ഇറക്കാനായിട്ട് ഞാൻ ശകലം ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടുണ്ട് ചേർക്കാം. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. വാടാൻ വേണ്ടി സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ, കാരണം പാവയ്ക്കയുടെ കയ്പ്പ് പോകാൻ വേണ്ടി ഞാൻ കുറച്ച് പാവയ്ക്കായിൽ കൊത്തി അരിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് തിരുമ്മി വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് ഇത് മതിയായിരിക്കും. വേറെ ഉപ്പ് എക്സ്ട്രാ വേണ്ട, അധികം ചേർക്കേണ്ട കാര്യമില്ല. കറിക്ക് ഉപ്പ് കൂടും. ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഉപ്പിന് വേറെ ചേർത്താൽ മതി. ഇത് നന്നായിട്ട് വാടിക്കോട്ടെ. ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി. നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തുവരയുടെ ഇലയും കൂടെ ഇടാം. ശകലം തുവര ഇല ഉള്ളായിരുന്നു, അതും ഇടാം. പിന്നെ നമ്മുടെ ക്യാരറ്റും കൂടെ ചേർക്കാം. നന്നായിട്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പച്ചക്കറികൾ മൂടി വെക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാച്ചുറൽ കളറ് എടുക്കും. അടച്ചു വെക്കുമ്പോഴാണ് പച്ചക്കറി നന്നായിട്ട് വാടി അതിൻ്റെ കളറ് മാറിപ്പോകുന്നത്. അതുകൊണ്ട് നന്നായിട്ട് തട്ടിപ്പൊത്തി അമക്കി വെച്ച് കഴിഞ്ഞാലും പച്ചക്കറി വെന്തോളും. മൂടി വെക്കണമെന്നില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിത് തട്ടിപ്പൊത്തി അമക്കി വെക്കാം. തട്ടിപ്പൊത്തി അമക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക ക്യാരറ്റ് എന്തായാലും നമുക്ക് നോക്കാം. ഇത് കുറച്ച് വാടിയിട്ടുണ്ട്. ഇങ്ങനെ അമക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പച്ചക്കറിയിലോട്ട് ആദ്യം കയറി പെട്ടെന്ന് വെന്തോളും. പുതിയ പാത്രം ആയതുകൊണ്ട്, ഇന്ത്യാലയത്തിൻ്റെ ആയതുകൊണ്ട് ഒട്ടും അടുക്കി പിടിച്ചിട്ടില്ല.
ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ തന്നെ ആവി കയറാൻ വെക്കാം. നന്നായിട്ട് ഒന്നുകൂടെ വേകട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങയ്ക്ക് വേവിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടിരിക്കും വേവുണ്ടല്ലോ, അതുകൊണ്ട് ലാസ്റ്റ് ഇട്ടാലും മതി. അതുകൊണ്ട് പച്ചക്കറി നന്നായിട്ട് ഒന്നുകൂടെ ഇന്ന് വേകട്ടെ. ഇനി നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാവയ്ക്കായും ക്യാരറ്റും തകരയുടെ ഇലയും കൂടെ തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഞാൻ വെറുതെ തേങ്ങ ചിരണ്ടിയതേ ഉള്ളൂ, ഒതുക്കിയിട്ടൊന്നുമില്ല. നമ്മുടെ കറി ഇവിടെ തന്നെ റെഡിയായി. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പാവയ്ക്കയും ക്യാരറ്റും കൂടിയുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് മുട്ട ഒഴിക്കാൻ പോവാണ്. ഇഞ്ചി മുളകോട് ഇടാൻ പോവാ. നമ്മളിന്ന് മുട്ടയാ ഉപ്പ് ഇടാൻ പോവാണ്. അപ്പം ഉപ്പ് ഒഴിക്കട്ടെ. ഇളക്കണം നന്നായിട്ട്. നമ്മൾ ഇളക്കാൻ പോകാം നന്നായിട്ട്. ഹലോ, ഇതാണ് നമ്മുടെ തഴുതാമയാണ്. ഈ തഴുതാമ വെച്ചിട്ടാണ് നമ്മുടെ മുട്ട പൊരിക്കുന്നത്. അതായത് കുട്ടികൾക്കൊക്കെ തഴുതാമ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഈ ജീരകമൊക്കെ ശകലം അവരുടെ വയറ്റിൽ ചെല്ലണ്ടേ. അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ച് തഴുതാമ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട്, ഇത് ഒട്ടും നന്നായിട്ട് അരിയണം, ചെറുതായിട്ട് അരിഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് മുട്ട പൊരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇത് വിതറി കൊടുക്കാം. അങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുട്ട പൊരിച്ചെടുക്കും. അപ്പൊ നമ്മൾ തഴുതാമയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തു. പക്ഷെ ഇത് തന്നെ പോരാ, ഇതിട്ടാലും പിള്ളേരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതെല്ലാം പെറുക്കിയെടുത്ത് കളയും മുട്ടക്കകത്തിട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ കിടക്കുന്ന ഇലയാണെങ്കിൽ പോലും. അതുകൊണ്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കിനും പെറുക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ നിന്ന് അരഞ്ഞോളൂ. അരഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതെടുത്ത് മുട്ടക്കകത്തുനിന്ന് എടുത്തു കളയാൻ പറ്റിയല്ലോ. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് തഴുതാമയൊക്കെ നന്നായിട്ട് അരച്ചെടുത്ത് മുട്ടയാണെങ്കിൽ കലക്കി വെച്ചിരിക്കുക. കുരുമുളക്, പച്ചമുളക് കണ്ടാലേ അവർ പൊരിക്കലാണ്. കുരുമുളക് കൂടി ഉപ്പിട്ട് കലക്കി വെച്ചാണ്. അപ്പൊ ഈ തഴുതാമയും കൂടെ ചേർക്കുമ്പോൾ സ്വല്പം ഉപ്പും കൂടി ചേർക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്യാം. തഴുതാമ മുട്ടക്കകത്തിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. തഴുതാമ നല്ല ഔഷധ ഗുണമുള്ളതാണ്. അതൊക്കെ കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കാണേലും കഴിക്കാനായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അത്രയും പാടില്ല. മുട്ടയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പൊരിച്ചെടുക്കാം. നല്ല ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടായി. രണ്ട് നമ്മൾ തഴുതാമ നന്നായിട്ട് അരച്ച് ചേർത്ത് നമ്മുടെ മുട്ട ഇവിടെ ആയില്ല, ഒന്നുകൂടെ മറിച്ചിടണം. വേണ്ട, ഇതെല്ലാം ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് തേയില വെക്കണം. അതൊക്കെ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് നമ്മുടെ. ഇതുപോലെ നമുക്ക് മുരിങ്ങയിലൊക്കെ വെച്ച് ചെയ്യാം. മുരിങ്ങയില ചുമ്മാ ചെറുതായിട്ടൊന്ന്, മുരിങ്ങയില വെറുതെ ഇങ്ങനെ ഇല മാത്രമായിട്ട് ഇങ്ങനെ മുട്ട പൊരിച്ച് ഇതിന് ദോശക്കല്ലിട്ട് വിതറിയിടുകയോ
അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിടുവോ, അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് മുട്ട പല പല ചീര ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാകാം. ഇപ്പൊ നമ്മുടെ തഴുതാമ ചേർത്ത നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം കാണിക്കുക. അതായത് നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് അപ്പച്ചമ്പിൽ വെള്ളം ഒഴിച്ച് ആ തട്ടിൽ വെച്ച് ആവി കയറ്റി പുഴുങ്ങിയെടുത്താൽ മുട്ട നല്ല ക്ലീൻ ആയിട്ട് കിട്ടുമെന്ന് ഇങ്ങനെ അറിഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുവാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ വീട്ടിലുള്ള കോഴിയുടെ മുട്ട ആയതുകൊണ്ട്, ഫ്രഷ് ആയിട്ടുള്ള മുട്ട ആയതുകൊണ്ട് മൊത്തം പുഴുങ്ങിയാൽ പോലും മൊത്തം പൊടിഞ്ഞു പോകും. അപ്പം ഈ മുട്ട നമുക്കൊന്ന് അപ്പച്ചമ്പിൽ ഇങ്ങനെ ആവി കയറ്റി ഒന്ന് പുഴുങ്ങിയെടുത്ത് നോക്കാം. അപ്പൊ നമുക്കിതൊന്ന് അപ്പച്ചമ്പിലേക്ക് വെച്ച്, ഞാൻ കഴുകി വെച്ചിട്ടുള്ള മുട്ടയാണ്, അത് അപ്പച്ചമ്പിൽ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റാം. മുട്ട അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റി നോക്കാം. ആവി കയറിയിട്ടുണ്ട്, നന്നായിട്ട് മുട്ട ആവി കയറി. നമുക്കൊന്ന് നോക്കാം. എന്ന് വെച്ചിട്ട് തണുത്ത വെള്ളത്തിൽ ഇട്ട് തണുപ്പിച്ചേച്ച് നമുക്ക് പൊളിച്ച് നോക്കാം. മുട്ടയാണ്ട് ഞാൻ തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് പൊളിച്ച് നോക്കാവേ. അപ്പോൾ നമ്മൾ ആവിയിൽ പുഴുങ്ങിയ മുട്ടതെ കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം. മുട്ട ആവിയിൽ ഒന്ന് പുഴുങ്ങിയെടുത്ത് നോക്കുക, നല്ല ക്ലീൻ ആയിട്ട് മുട്ട കിട്ടും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.